ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹ പ്രാർത്ഥന 5-ാം ദിവസം. ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 5-ാം വചനം. അവിടെ ആദത്തിന്റെ ജീവിതകാലം 930 വർഷമാണ് എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. നമ്മുടെ മക്കൾ ദീർഘകാലം ജീവിക്കേണ്ടതിന് എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും, പെടുമരണങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും അവർ സുരക്ഷിതരായി നിലകൊള്ളുവാൻ, അവർ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിലാകട്ടെ, നടന്നു പോകുമ്പോഴാകട്ടെ, എവിടെയായിരുന്നാലും അവർ സുരക്ഷിതരായി നിലകൊള്ളുവാൻ, ദീർഘായുസ് ലഭിക്കുവാൻ വേണ്ടി അനുഗ്രഹത്തിനായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി 5-ാം അധ്യായം 5-ാം വചനം. ആദത്തിന്റെ ജീവിതകാലം 930 വർഷമാണ്. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ദീർഘായുസ്സോടുകൂടി ജീവിക്കട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും, പെടുമരണങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും മക്കൾ സുരക്ഷിതരായി തീരട്ടെ. ദൈവാശ്രയ ബോധത്തിൽ കാവൽ മാലാഖയുടെ സംരക്ഷതയിൽ മക്കൾ ജീവിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും, ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിൽ എത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.